പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. ഈശോയിൽ സ്നേഹം നിറഞ്ഞവരെ, വിശുദ്ധ യോഹന്നാൻ അറിയിച്ച സുവിശേഷം 14-ാം അധ്യായം 21 മുതൽ 24 വരെ വാക്യങ്ങളാണ് ഇന്ന് ഈ ശ്ലീഹാ കാലത്തിന്റെ 4-ാം ആഴ്ചയിലെ ബുധനാഴ്ച ദിവസം ജൂൺ മാസം 12-ാം തീയതി നമ്മൾ ഇന്ന് പ്രാർത്ഥനാപൂർവ്വം ചിന്തിക്കുന്നത്. ഈശോ ഇവിടെ പറയുന്നു, ഈശോയെ സ്നേഹിക്കുന്നവൻ ഈശോ നൽകിയ കൽപ്പനകളും പാലിക്കും. വാക്കുകളിൽ നിൽക്കുമ്പോഴല്ല, പറച്ചിലിൽ മാത്രമല്ല, പ്രവൃത്തിയിലേക്ക് വരുമ്പോൾ മാത്രമേ നമ്മൾ യഥാർത്ഥത്തിൽ ഈശോയെ സ്നേഹിക്കുന്നുള്ളൂ, ഈശോയുടെ ശിഷ്യരാകുന്നുള്ളൂ എന്നാണ് ഈശോ ഇവിടെ നമ്മളെ ഓർമ്മിപ്പിക്കുന്നത്. ഈശോ നൽകുന്ന കാര്യങ്ങൾ ഒരു ഉപദേശമായല്ല, നിർദ്ദേശമായല്ല, പുതിയൊരാശയമായല്ല, ഈശോയുടെ ആഗ്രഹ പ്രകടനങ്ങളായല്ല, മറിച്ച് കൽപ്പനയായാണ് സ്വീകരിക്കേണ്ടതെന്ന് ഈശോ ഇവിടെ ഓർമ്മിപ്പിക്കുകയാണ്. ഈശോയുടെ കൽപ്പന എന്ന രീതിയിലാണ്, ഇതാണ് ഞാൻ നിങ്ങൾക്ക് നൽകുന്ന കൽപ്പന എന്ന് പറഞ്ഞാണ് ഈശോ പറയുന്നത്. അതുകൊണ്ട് തന്നെ കൽപ്പന ലംഘിക്കാവുന്നതല്ല, കൽപ്പന ഉപേക്ഷ വരുത്താവുന്നതല്ല, മാറ്റിവെക്കാവുന്നതല്ല, വില കുറച്ച് കാണാവുന്നതല്ല. അനുസരിക്കുക മാത്രമേ വഴിയുള്ളൂ. ശിഷ്യനാകാൻ ആഗ്രഹിക്കുന്നവന്റെ മുമ്പിൽ ഈശോ നൽകുന്നത് കൽപ്പനകൾ മാത്രമാണ്. ഒഴിവാക്കാനോ വെള്ളം ചേർക്കാനോ മാറ്റിവെക്കാനോ വേണ്ടെന്ന് വയ്ക്കാനോ പറ്റുന്ന കാര്യങ്ങളല്ല കൽപ്പനകൾ. അതുകൊണ്ട് ഈശോ നൽകുന്ന സ്നേഹത്തിന്റെ കൽപ്പനകൾ പാലിക്കുന്ന ഒരാൾക്ക് മാത്രമേ ഈശോയുടെ ശിഷ്യനാകാൻ സാധിക്കുകയുള്ളൂ. കൽപ്പന നമുക്ക് ചോദ്യം ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ അത് അനുസരിക്കുക എന്ന ഒറ്റ വഴി നമ്മുടെ മുമ്പിൽ അത് മാത്രമേ ഉള്ളൂ. ഈശോ പറയുന്നു, കൽപ്പനകൾ ഹൃദയത്തിൽ സ്വീകരിക്കുകയും ജീവിതത്തിൽ പാലിക്കുകയും ചെയ്യുന്നവനാണ് എന്നെ സ്നേഹിക്കുന്നത്. നമുക്കിന്ന് ആത്മശോധന ചെയ്യേണ്ട ഒരു കാര്യം ഇതാണ്: ഞാൻ വെറുതെ പറയുന്നയാൾ മാത്രമാണോ, അതോ സത്യമായും ഞാൻ കൽപ്പനകൾ പാലിക്കുന്നുണ്ടോ? ഈശോയുടെ ശിഷ്യനാണെന്ന് ഒരു പക്ഷേ ഒരു വൈദിക ജീവിതത്തിൽ, സന്യസ്ത ജീവിതത്തിൽ, കുടുംബ ജീവിതത്തിൽ, ഏകസ്ഥ ജീവിതത്തിൽ, ഓരോ ദൈവവിളിയിൽ ഈശോയെ അനുകരിക്കുമ്പോൾ, പിന്നാലെ ചെല്ലുമ്പോൾ ഈശോയുടെ ശിഷ്യരാണെന്ന് പറയാൻ നമുക്ക് യഥാർത്ഥത്തിൽ അർഹതയുണ്ടോ? കാരണം നമ്മൾ ഈശോയുടെ കൽപ്പനകൾ പാലിക്കുന്നുണ്ടോ, പ്രവൃത്തി പഥത്തിൽ കൊണ്ടുവരുന്നുണ്ടോ? നമുക്കതാണ് ഇന്ന് ആത്മശോധന ചെയ്യേണ്ടത്. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവായ ഈശോയെ, ഞങ്ങളങ്ങേ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു, നന്ദി പറയുന്നു. ഞങ്ങളുടെ ജീവിതത്തിൽ മാറ്റിവെക്കാൻ പറ്റാത്ത രീതിയിൽ, ഒഴിവാക്കാൻ പറ്റാത്ത രീതിയിൽ ഞങ്ങൾക്ക് നൽകിയിരിക്കുന്ന കൽപ്പനകൾ, അങ്ങയുടെ സ്നേഹപ്രമാണങ്ങൾ, അത് അർത്ഥം മനസ്സിലാക്കി ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാനും എപ്പോഴും ഹൃദയത്തിൽ കൊണ്ടു നടക്കുവാനും ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് അങ്ങയുടെ കൽപ്പനകളെ മാറ്റാതെ അങ്ങ് ആഗ്രഹിക്കുന്ന രീതിയിൽ അവയെ അനുസരിക്കുവാൻ ഞങ്ങളെ പഠിപ്പിക്കുകയും ചെയ്യണമേ. അനുസരണത്തിൻ്റെ വലിയ പുണ്യം ഞങ്ങൾക്ക് എല്ലാവർക്കും നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.